വളരെ ഭയാനകരമായ സാഹചര്യത്തിലൂടെയാണ് വയനാട് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിഭീകരമായുള്ള ഉരുൾപൊട്ടലാണ് മേപ്പാടി മുണ്ടക്കൈയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചൂരൽമല പൂർണ്ണമായും നശിച്ചു. 200-ലധികം പേർ ഇനിയും ഈ പ്രദേശത്തുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി നിൽക്കുന്നത് കനത്ത മഴയാണ്. ഇത് തന്നെയാണ് രക്ഷാപ്രവർത്തനത്തിന് ഏറെ വെല്ലുവിളി. എയർലിഫ്റ്റിംഗ് സംവിധാനങ്ങൾ അടക്കം ഒരുക്കുന്നുണ്ടെങ്കിലും കനത്ത മഴ ഇതിന് ഭീഷണിയാകുന്നു. പ്രദേശത്ത് വീണ്ടും ഉരുൾപൊട്ടിയതായി സംശയമുണ്ട്. പുഴയിലെ വെള്ളം ക്രമാതീതമായി ഉയരുന്ന സാഹചര്യമുണ്ട്. നിലവിൽ ഇപ്പോൾ ഉച്ചവരെ മേപ്പാടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ 46 മൃതദേഹങ്ങൾ ഇപ്പോൾ ഇവിടെയുണ്ട്. ഇതിൽ 26 സ്ത്രീകളും 22 പുരുഷന്മാരും അടങ്ങുന്നതാണ് ഇവരുടെ. 28 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രദേശത്തെ രക്ഷാപ്രവർത്തനം ഇപ്പോഴും ഊർജിതമായി നടക്കുന്നുണ്ട്. കനത്ത മഴയാണ് പ്രദേശത്തിന് ഈ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി നിൽക്കുന്നത്. മേപ്പാടി മേപ്പാടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും മേപ്പാടി വിംസ് ഹോസ്പിറ്റലിലും അടക്കം നിരവധി പേരെ എത്തിച്ചിട്ടുണ്ട്. ജില്ലാ ഹോസ്പിറ്റലിലും മെഡിക്കൽ കോളേജിലടക്കം നിരവധി പേരെ എത്തിച്ചിട്ടുണ്ട്. പ്രദേശത്തേക്ക് അധികം ആളുകൾ അല്ലെങ്കിൽ ഈ ഉരുൾപൊട്ടിയ പ്രദേശത്തേക്ക് അധികം ആളുകൾ പോകാതിരിക്കുക. കാരണം അത് രക്ഷാപ്രവർത്തനത്തിന് ഏറെ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. പ്രദേശത്ത് വീണ്ടും ഉരുൾപൊട്ടിയ സാഹചര്യം അടക്കം നിലവിൽ ഉള്ളത് കൊണ്ട് തന്നെയും മറ്റുള്ള ആളുകൾ ഈ പ്രദേശത്തേക്ക് പോകാതിരിക്കുക എന്നതാണ് ഇപ്പോൾ അവിടുന്ന് നൽകുന്ന ഏറ്റവും പുതിയ വിവരം. രക്ഷപ്പെടുത്താൻ സാധിക്കുന്ന തരത്തിൽ എല്ലാ രീതിയിലുള്ള മാർഗ്ഗങ്ങളും ഇപ്പോൾ തേടുന്നുണ്ട്. സൈന്യത്തിൻ്റെ പ്രത്യേക സംഘങ്ങളും എത്തുന്നുണ്ട്. സൈനിക ഹെലികോപ്റ്ററുകൾ എത്തുന്നുണ്ട്. വയനാടിനെ വീണ്ടെടുക്കാനുള്ള ഈ ദുരന്തത്തിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ നിലവിൽ ഇനി വരും മണിക്കൂറുകളിൽ എത്തിക്കൊണ്ടിരിക്കും. ഇതിൽ ഏറ്റവും ഭയാനകമായ കാഴ്ച ഈ പല മൃതദേഹങ്ങളും ഇവരെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഏറ്റവും ബുദ്ധിമുട്ടുന്നത്. ബന്ധുക്കളും മറ്റും പലരും വന്നാണ് ഇവരെ അറിയുന്നത്. ഇപ്പോൾ മേപ്പാടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും അടക്കം ഇപ്പോൾ മൃതദേഹങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ രക്ഷപ്പെടുത്തിയവരെ മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് കനത്ത വെല്ലുവിളി മഴ തന്നെയാണ്. പ്രദേശത്തെ മഴ ശമിച്ചാൽ മാത്രമേ രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ ഊർജ്ജം പകരാൻ സാധിക്കുകയുള്ളൂ. വാക്കുകൾ കൊണ്ടുപോലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭയാനകമായ സാഹചര്യമാണ് നിലവിൽ ഇപ്പോൾ മേപ്പാടി മുണ്ടക്കൈ മേഖലകളിൽ ഇല്ലാത്തൊരവസ്ഥ. രാത്രി ഈ വനാന്തര പാതയിലൂടെയാണ് സ്ത്രീകളും കുട്ടികളും അടക്കം ജീവൻ കയ്യിൽ പിടിച്ച് രക്ഷപ്പെട്ടത് എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അത്രയ്ക്കും ഭയാനകമായാണ് അവിടുത്തെ സാഹചര്യങ്ങൾ. രാത്രിയിലും പല രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും സ്ഥലത്തെ പാലവും മറ്റും റോഡും തകർന്നത് ഇവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴി അടഞ്ഞ ഒരു സാഹചര്യമുണ്ടായി. നിരവധി പേർ രാത്രി അല്ലെങ്കിൽ ഈ പ്രദേശങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് രക്ഷപ്പെട്ടവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഉറ്റവരെ തേടി മേപ്പാടിയിലെത്തിയാൽ അറിയാൽ, ഉറ്റവരെ തേടി മക്കളെ തേടി അമ്മ വിലപിക്കുന്നു. അമ്മയെ കാണാതെ മക്കളും അങ്ങനെ നിരവധി കണ്ണ് നനയിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഇവർന്ന് പറയാനുള്ളത്.